नमस्ते। आप सभी को स्पोकन हिंदी की रास में तहे दिल से स्वागत करती हूँ. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കുറച്ച് MCQ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ കണ്ടിന്യൂഷൻ ആണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ 15 ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നോക്കിയിരുന്നത്. അതിന്റെ കണ്ടിന്യൂഷൻ ആണ് ഇപ്പൊ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. प्रीति का अर्थ കാവ്യ മാർഗ കെ രൂപ में मानने वाले आचार्य कौन थे? ആരാണ് രീതിന്റെ അർത്ഥത്തിന് കാവ്യമാർഗമായിട്ട് കണ്ട ആചാര്യൻ? ആൻസർ കുന്തക്കാണ്. ചിന്താമണി, കുന്തക്, ആനന്ദവർദ്ധൻ, ഭാമഹൻ എല്ലാരും വരുന്നുണ്ട്. അതിൽ ആൻസർ കുന്തകാണ്. ഓക്കെ, നെക്സ്റ്റ്. രണ്ടാമത്തത് 17ാമത്തെ ക്വസ്റ്റ്യൻ. 1964 में किस पत्रिका के द्वारा जगदीश गुप्त के अभिनव कविता को അകവിത നാം ദിയാ ഹെ? സോ അകവിത എല്ലാവർക്കും അറിയാം. അഭിനവ് കവിതേനെ അകവിത എന്ന പേര് 1964 ഏത് പത്രികയിലൂടെയാണ് കൊടുത്തത് എന്നാണ് ചോദിക്കുന്നത്. ഉത്തരം അഭിവ്യക്തി എന്നുള്ള മാഗസീനിലാണ് കൊടുത്തിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ. ബി.ജി. ഗേർ की अध्यक्षता में राजभाषा आयोग का गठन कब हुआ? ബി.ജി. ഗേർ ആണ് രാജ്ഭാഷന്റെ സമിതിയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഏത് വർഷമാണ് രാജ്ഭാഷ ആയോഗ് ക ഘടൻ ഉണ്ടായിട്ടുള്ളത് എന്നാണ് ചോദ്യം. ആൻസർ ബി ആണ്, 1955 ഇനി മാച്ച് ദ ഫോളോയിങ് ആണ്. സഹി മിലാൻ കീജിയെ 19ാമത്തെ ക്വസ്റ്റ്യൻ. ദയാപ്രകാശ് സിൻഹ അദ്ദേഹത്തിന്റെ രചനയാണ് രക്ത് അഭിഷേക് എന്ന് പറയുന്നത്. ഓക്കെ, രക്ത് അഭിഷേക് അദ്ദേഹത്തിന്റെ നാടകമാണ്. ദയാപ്രകാശ് സിൻഹയുടേത് 4th വണ്ണാണ് രക്ത് അഭിഷേക്. ബി വന്നിട്ട് ഡോക്ടർ ദേവരാജ് ത്രിപാഠിയാണ്. അദ്ദേഹത്തിന്റെ രചനയുടെ പേര് പ്രണയഗീത്. 1ാമത്തെ പ്രണയഗീത് എന്നാണ്. പിന്നെ 3ാമത് ബ്രജഭാഷ കേസുകവി എന്നറിയപ്പെടുന്നത് സേവാ കേന്ദ്രാണ്. ബ്രജഭാഷ കേസുകവി സേവാ കേന്ദ്ര. ഓക്കെ, പിന്നെ ഡോക്ടർ രവീന്ദ്ര ഭ്രമർ അദ്ദേഹത്തിൻ്റെതാണ് സഹജ കവിത. ഓക്കെ, ഡൺ. സോ ദയാപ്രകാശ് സിൻഹേന്റെയാണ് രക്ത അഭിഷേക്. ദേവരാജ് ത്രിപാഠിയുടേത് പ്രണയഗീത്. ബ്രജഭാഷ കെ സുകവി എന്നറിയപ്പെടുന്നത് സേവ് കേന്ദ്ര. और रविंद्र भ्रमरंडत सहज कविता. ओके, so now we are moving to the next question. इनमें से कौन सा जोड़ा सही नहीं है? ചേരുംപടി ചേർത്തതിൽ തെറ്റ് ഏത് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അതില് നമുക്ക് എല്ലാം ഒന്ന് നോക്കാം. അനിത്യ മൃദുല ഗർഗിന്റെയാണ്. കഥാ സതീസർ ചന്ദ്രകാന്തന്റെയാണ്. മിസ്ത്രോ മർജാനി അതാണ് തെറ്റ്. മധു കാങ്കരിയാണ് കൊടുത്തിരിക്കുന്നത്. തമസ് രാജീവ് സേട്ടിന്റെയാണ്. നമുക്കറിയാം. മിത്രോ മർജാനി ആരുടെ രചനയാണെന്ന് അറിയുന്നവര് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, തമസ് ഭീഷ്മസാഹനിയുടെയാണ്. ഇതിന്റെ പേര് തത്സം എന്നാണ്. തത്സം. ഓക്കെ, രാജീവ് സേട്ടിൻ്റെത്. ഓക്കെ, 21. इनमें से किस उपन्यास का मलयालम अनुवाद डॉक्टर एस തങ്കമണി അമ്മാനെ किया था? തങ്കമണി അമ്മ ഇതിൽ ഏത് ഉപന്യാസത്തിന്റെ, അതായത് നോവലിന്റെ ട്രാൻസ്ലേഷൻ ആണ് ചെയ്തിട്ടുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ സി ആണ്, സേജ് പർ സംസ്കൃത്. ഓക്കെ, സേജ് പർ സംസ്കൃത് അതിന്റെയാണ് അവര് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അടുത്തത്. ദ കോമഡി ഓഫ് എറേഴ്സ് का हिंदी अनुवाद भूल भुलैया नाम से किसने किया? ആരാണ് ദ കോമഡി ഓഫ് എറേഴ്സിന്റെ ട്രാൻസ്ലേഷൻ ഭൂൽ ഭുലയ്യ എന്നുള്ള പേരില് ചെയ്തിട്ടുള്ളത്? ആൻസർ ലാല സീതാറാം. എ ആണ് ആൻസർ വരുന്നത്. ഓക്കെ,
അടുത്തത് 23-ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. 23-ലേക്ക് കടക്കാം. സൗ അജാൻ ഏക് സുജാൻ കിസ്ക ഉപന്യാസ് ഹെ. എല്ലാവർക്കും അറിയുന്നതാണ്. ആരതാണ്? ബാലകൃഷ്ണ ഭട്ടിന്റെ ഉപന്യാസാണ്. ഒരുപാട് തവണ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ള ചോദ്യമാണ്. ബാലകൃഷ്ണ ഭട്ടിന്റെ രചനയാണ്. ഓക്കെ, സോ ചില സമയത്ത് ഇതൊന്ന് വരാൻ കുറെ ടൈം. ബാലകൃഷ്ണ ഭട്ടിന്റെയാണ്. അടുത്ത 24 ഭേദഭ് ബനാറസി വാസ്തവിക് നാം ക്യാ ഹെ. ആരുടെ ഉപനാമാണ് ഭേദവ് ബനാറസി എന്ന്? ഭേദവ് ബനാറസി കൃഷ്ണദേവ് പ്രസാദ് ഗൗഡ. കൃഷ്ണദേവ് പ്രസാദ് ഗൗഡ. ഓപ്ഷൻ എ ആണ് ആൻസർ. കൃഷ്ണദേവ് പ്രസാദ് ഗൗഡയുടെ രചനയാണ്. ഓക്കെ, so now moving to the next question, 25th. ഭേദവ് ബനാറസി ഓർക്കണം, കൃഷ്ണദേവ് പ്രസാദ് ഗൗഡയുടെ ഉപനാമാണ് ഭേദവ് ബനാറസി എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ചിലപ്പം വേറെ ഏതെങ്കിലും എഴുതി പോയി കഴിഞ്ഞാൽ മാർക്കാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. സോ കുറെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ പുതിയ ഒരുപാട് ക്വസ്റ്റ്യൻസും വരുന്നുണ്ട്. നമ്മൾ വിചാരിക്കാത്ത ലെവലിലേക്കൊക്കെ വരുന്നുണ്ട്. ബാക്കി ക്വസ്റ്റ്യൻസും കൂടി ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇൻമേസെ കോൺസ നാടക് ഭീഷ്മസാഹനി കൃത് നഹി ഹെ. ഭീഷ്മസാഹനി എഴുതാത്ത നാടകം ഇതിൽ ഏതാണ്? ആൻസർ ദ്രൗപദിയാണ്. ഹനുഷ്, മാധവി, ആലങ്കീർ ഇതെല്ലാം അതാണ് ഭീഷ്മസാഹനിയുടെ രചനകളാണ്. ദ്രൗപദി അല്ല. ദ്രൗപദി ആരുടെ ആണെന്ന് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. 26 ഹിന്ദി സാഹിത്യ का 8वां दशक का संपादक कौन है? ഹിന്ദി സാഹിത്യ का 8वां दशक എന്ന് പറയുന്ന ഇതിന്റെ സമ്പാദക് എഡിറ്റർ ആരാണ് എന്നാണ് ചോദിക്കുന്നത്. 26 പുഷ്പപാൽ സിംഗ് ആണ് ആൻസർ. ഓപ്ഷൻ ഡി പുഷ്പപാൽ സിംഗ് ആണ് ആൻസർ. ओके, 27th क्वेश्चन. ഭാഷാ കെ ജാദൂഗർ നാം സെ പ്രസിദ്ധ നിബന്ധകാർ കോൺ ഹെ. ഭാഷയുടെ ജാദൂഗർ എന്ന പേരിൽ പ്രസിദ്ധനായ നിബന്ധകാർ ആരാണ്? ശിവപൂജൻ സഹായിയാണ്. ശിവപൂജൻ സഹായ്. ഓപ്ഷൻ എ ആണ് ആൻസർ. ओके, 28 भोला मारूरा रूहा नामक പ്രേമ കാവ്യ की രചന കിസ് ശതാബ്ദി में हुई थी. എപ്പോഴും ചോദിക്കാറുള്ളത് അത് ആരതാണ് എന്നുള്ളതായിരുന്നു. എന്നാൽ ഇപ്പം ചോദിച്ചൊരു ചോദ്യം നോക്കി, ഏത് വർഷമാണ് എന്നാണ്. 11वीं ശതാബ്ദിയിലാണ്. 11वीं ശതാബ്ദി. ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ, സോ 29th ക്വസ്റ്റ്യൻ. ഇൻമേ സെ കിസ്നെ സത്സൈ की രചന നഹി की. ആരാണ് സത്സൈന്റെ രചയിതാവല്ലാത്തത് എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ ഡി ദേവാണ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ ഡി ദേവാണ് ആൻസർ. ഓക്കെ, സോ 30th ക്വസ്റ്റ്യൻ. ഹരിശ്ചന്ദ്ര മാഗസിൻ കബ് പ്രകാശിത് ഹുവ. ഏത് വർഷമാണ് ഹരിശ്ചന്ദ്ര മാഗസിൻ പ്രകാശനം ചെയ്തിട്ടുള്ളത് എന്നറിയോ? 1873. ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ്. ഓക്കെ, 31st क्वेश्चन. इन कहानीकारों और कहानियों में से कौन सा जोड़ा सही नहीं है? कुसुम अमसल, पत्ते बदलते हैं, नासिरा शर्मയുടെ ദുഃഖ് की वापसी, ഗീതാഞ്ജലി ശ്രീ വൈരാഗ്യ, നമിത സിംഗിന്റെ പാൽന. അറിയോ ഏതാണെന്ന്? നമിത സിംഗിന്റേത് അല്ല, പാൽന. അപ്പൊ പാൽന ആരത്? നമിത സിംഗിന്റെ രചനകൾ ഏത് എന്ന് കൂടെ നമ്മൾ കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു, നോക്കണം. ഓക്കെ, ഇതേപോലെ മാച്ച് ദ ഫോളോയിങ്സില് ഈ തരത്തിൽ പുതിയ എഴുത്തുകാരുടെ രചനകളും അവരുടെ സാഹിത്യങ്ങളൊക്കെ ചോദിക്കാൻ കൂടുതലായിട്ടും തുടങ്ങിയിരിക്കുന്നു. അപ്പൊ ആ ഏരിയ നമ്മളൊന്ന് കൃത്യമായിട്ട് നോക്കണം.
അടുത്തത് 32nd ക്വസ്റ്റ്യൻ. ഇൻമേസെ കോൺസാ ജോഡ സഹി ഹെ. നോക്കൂ എത്ര മാച്ച് ദ ഫോളോയിങ്സ് ആണ് അവർ തരുന്നത്. ഇതിൽ ഏതാണ് ശരി എന്നാണ് ചോദിക്കുന്നത്. ഏതൊക്കെയോ തെറ്റ് കൊടുത്തിട്ടുണ്ട്, ഒരെണ്ണമാണ് ശരിയായിട്ട് ഉള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 32. നോക്കൂ, അനാമികയുടെ രചന അനുഷ്ടുപ്, അതാണ് എന്ത് ശരിയായിട്ടുള്ളത്. ബാക്കി എല്ലാം എന്താണ് തെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അനാമികയുടേത് അല്ല, സോറി, അനാമികയുടേത് മാത്രമാണ് കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അനാമികയുടെ ആണ് അനുഷ്ടുപ്. ഇന്ദു ജൈൻ്റെതും കാർത്യായനിയുടേതും ഗഗൻ ഗില്ലിന്റെയും രചനകൾ മിസ്റ്റേക്ക് ആയിട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. 33rd ക്വസ്റ്റ്യൻ. ओके. മിതക് और ആധുനിക് കവി കിസ്കി ആലോചന ഹേ. ആരുടെയാണ് മിതക് और ആധുനിക് കവിത എന്ന് പറയുന്ന ആലോചനാ ഗ്രന്ഥം ആര് എഴുതിയതാണ്? ശംഭുനാഥന്റെ രചനയാണ് കേട്ടോ. ശംഭുനാഥന്റെ രചനയാണ് മിതക് और ആധുനിക് കവിത. 34th क्वेश्चन. किस इतिहासकार के मत में सबसे प्राचीन प्रेमाख्यान काव्य അസായിത്ത് കൃത് ഹംസാവലി ഹെ. സോ നമ്മളടുത്ത് പണ്ടൊക്കെ ചോദിച്ചാൽ അസായത്തിന്റെ രചന ഏത്, ഹംസാവലി, അല്ലെങ്കിൽ ഹംസാവലി എഴുതിയത് ആര്? അപ്പൊ നമ്മൾ അസായത്തിന് എഴുതും. എന്നാൽ ചോദ്യം വന്നു നോക്കൂ, കിസ് ഇതിഹാസ്കാർ കെ മത് മേ सबसे प्राचीन പ്രേമാഖ്യാൻ കാവ്യ അസായിത്ത് കൃത് ഹംസാവലി ഹെ. ആൻസർ നഗേന്ദ്ര ആണ്, എല്ലാവർക്കും അറിയാം അല്ലെ. സോ അങ്ങനെയും ചോദ്യങ്ങൾ തിരിച്ചൊക്കെ ചോദിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ കുറച്ചായി അല്ലെ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഭാരതീയ അനുവാദ പരിഷത്ത് की पत्रिका अनुवाद किस प्रकार की है? ഏത് തരത്തിലുള്ള മാഗസിൻ ആണ് അനുവാദം എന്നാണ് ചോദിക്കുന്നത്. ത്രൈമാസികാണ്. ഓക്കെ. കാലി ഘട്ടാക ഘമണ്ട് ഘട്ട ഇൻമേ സെ കോൺസ അലങ്കാര ഹെ. ഓക്കെ, യമകാണ്, യമക് എ ആണ്. റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ് അല്ലെ. കാലി ഘട്ടാക ഘമണ്ട് ഘട്ട, ഘ റിപ്പീറ്റ് ചെയ്ത് വന്നു. സോ യമകാണ്. ഇൻമേ സെ കോൻ മിശ്ര ബന്ധുവോ മേ ഷാമിൽ നഹി ഹെ. ലളിത് ബിഹാരിയാണ്. ബാക്കി മൂന്ന് പേരും നമുക്കറിയാം. ഗണേഷ് ബിഹാരി, ശ്യാം ബിഹാരി, സുഖ്ദേവ് ബിഹാരി. ഇവർ മൂന്ന് പേരും ചേർന്നാണ് മിശ്രബന്ധു എന്ന് പറയുന്നത്. ഇനി ചോദിക്കാത്ത ഒരു പരീക്ഷ പോലും ഉണ്ടാവില്ല. എല്ലാ പരീക്ഷകൾക്കും അത്രയധികം റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് മിശ്രബന്ധുവിന്റെ കൂട്ടത്തിൽ പെടാത്തത് ഏത് എന്നുള്ളത് അല്ലെ. ഇനി 38th ക്വസ്റ്റ്യൻ. കോസലി കിസ് ഭാഷ കാ ദൂസരാ നാം താ. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യനും കൂടിയാണ്. ആൻസർ എന്താണ്? അവധി എന്നാണ് അല്ലെ. അവധി ഭാഷയാണ്. इनमें से भाववाची कौन सा है? ഏതാണ് ഭാവവാച്യ? मैं चल नहीं सकता, मुझसे चल नहीं सकता, मुझसे चला नहीं जाता, मैं चल नहीं पाता. ഓപ്ഷൻ സി ആണ് വരുന്നത്. മുझसे चल चला नहीं जाता. ഭാവവാച്ചിയാണ് ചോദിച്ചേക്കുന്നത് അല്ലെ. ഓക്കെ. നെക്സ്റ്റ് 40th ക്വസ്റ്റ്യൻ. प्रसाद जी ने निराला के किस काव्य की भूमिका लिखी थी? പ്രസാദ് ജി നിരാലന്റെ ഏത് കാവ്യത്തിന്റെ ഇൻട്രൊഡക്ഷൻ, ഭൂമികയാണ് എഴുതിയിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഗീതികയാണ്. 41. आचार्य रामचंद्र शुक्ल ने किस जोड़े को हिंदी का स्टील और എഡിസൺ കഹാദ? സോ ലേറ്റസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. നമ്മൾ അധികം കേട്ട് പരിചയമില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. രാമചന്ദ്ര ശുക്ല് ആരുടെ കോമ്പിനേഷനെയാണ് ഹിന്ദിയിലെ സ്റ്റീൽ ആൻഡ് എഡിസൺ എന്ന് പറഞ്ഞിട്ടുള്ളത്? ഓപ്ഷൻ ഡി ആണ്, ബാലകൃഷ്ണ ഭട്ടിനെയും പ്രതാപ് നാരായൺ മിശ്രനെയാണ് പറഞ്ഞത്. അപ്പൊ സ്റ്റീൽ എന്ന് വിശേഷിപ്പിച്ചത് ബാലകൃഷ്ണ ഭട്ടിനെയും എഡിസൺ എന്ന് വിശേഷിപ്പിച്ചത് പ്രതാപ് നാരായൺ മിശ്രനെയും ആണ്.
भारतेंदु की ബാലബോധിനി പത്രിക का പ്രകാശൻ കബ് ശുരു ഹുവാ था? ഏത് വർഷമാണ് ഭാരതേന്ദുവിന്റെ ബാലബോധിനി പബ്ലിഷ് ചെയ്തത്? 1874. ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ, ഇനി 43-ാമത്തെ ക്വസ്റ്റ്യൻ. इनमें से संख्यापूर्ण पुनरुक्ति का उदाहरण कौन सा है? ഏതാണ് സംഖ്യാപൂർണ്ണ പുനരുക്തി? ബൂന്ത് ബൂന്ത്. ഓക്കെ, പുനരുക്തി എന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് ആണ്. സംഖ്യാപൂർണ്ണ പുനരുക്തി വരുന്നത് ബൂന്ത് ബൂന്ത് എന്നുള്ളതാണ്. ഓക്കെ, മറ്റേതെല്ലാം വിശേഷണം ക്രിയയും ഒക്കെ ആയിട്ട് വരും. ബൂന്ത് ബൂന്ത് എന്ന് പറയുന്നത് സംഖ്യാപൂർണ്ണ പുനരുക്തിയാണ്. സത്യാർത്ഥോ പൃഥകർത്ഥയാ സ്വാർ വ്യഞ്ജൻ സംഹതി ക്രമേണ തേനൈവാവ വൃത്തി യമകം വിനി വിനിഖ്യതയെ വിനിഖ്യത്തെ. യമക് की ये परिभाषा किसकी है? വായിച്ചെടുക്കാൻ തന്നെ നമുക്ക് എരട്ടിപ്പണിയാണ്. അതിന്റെ ഇടയ്ക്ക് ഇത് ഏതാന്നും കൂടി നമ്മൾ ഓർത്ത് വെക്കണം. എന്തൊരു കഷ്ടമാണ് നോക്കൂ. 44th ക്വസ്റ്റ്യൻ. ആൻസർ വിശ്വനാഥ് ആണ്. ഓക്കെ, വിശ്വനാഥ് ആണ് യമകിന്റെ ഈ പരിഭാഷ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ നമുക്ക് വാ വൃത്തിഹ യമക് എന്നുള്ള സാധനം മെമ്മറൈസ് ചെയ്ത് വെക്കാം. ഞാൻ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് ഓർത്ത് വെക്കാറ്. സോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് പെട്ടെന്ന് ഓർത്ത് വെക്കാൻ പറ്റുന്ന ഒരു സാധനം ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്ത് തുടങ്ങാൻ പറ്റും, ഓർത്തെടുക്കാൻ പറ്റും. സത്യാർത്ഥ പൃഥകാർത്ഥയ. കാരണം നമുക്ക് ഇതൊന്നും കുറച്ചും കൂടി സംസ്കൃതം പഠിച്ചിട്ടുള്ള ആളുകളാണ് നോർത്ത് ഇന്ത്യൻസ് എല്ലാം. സോ അവർക്ക് ഇത് വളരെ വളരെ ഈസിയാണ്. അലങ്കാരാകട്ടെ ഇതുപോലത്തെ ഏരിയകളിലാവട്ടെ അവർക്ക് വളരെ ഈസിയാണ്. പക്ഷെ നമുക്ക് സംസ്കൃതം പഠിക്കാത്തത് കൊണ്ട് നമുക്ക് കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആണ്. സോ ഇങ്ങനെ എന്തെങ്കിലും ട്രിക്ക് ഉപയോഗിച്ചാൽ മാത്രമേ അത് നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുള്ളൂ. 45-ാമത്തെ ക്വസ്റ്റ്യൻ. സിംഹനി സി കാനനോ മേ യോഗിനി സി ശൈലോ മേ शफरी सी जल में विहंगिनी सी व्योम में जाती अभी और उन्हें खोज कर लाती में ये किसकी पंक्तियां है? ആരുടെ വരികളാണ് ഇത് എന്നാണ് ചോദിക്കുന്നത്. മൈഥിലി ശരൺ ഗുപ്തന്റെ രചനയിലെ വരികളാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, മൈഥിലി ശരൺ ഗുപ്തന്റെ ആണ് കേട്ടോ. इनमें से कौन सा शब्द ഊനാർത്ഥക് नहीं है? ഊനാർത്ഥക്. ഓക്കെ, ഊനാർത്ഥക് അല്ലാത്ത ശബ്ദം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ബാഗ് ആണ് അതിന്റെ ഉത്തരം. ഓക്കെ, സോ ഊനാർത്ഥക് എന്താണെന്നറിയോ? ജിസ് ശബ്ദ സേ ന്യൂനത തുച്ഛത യാ സംക്ഷിപ്തത കാ ബോധ ഹോ ഉസേ ഹം ഊനാർത്ഥക് नहीं तो ന്യൂനാർത്ഥക് ശബ്ദ कहते हैं. എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ സംക്ഷിപ്ത രൂപം അല്ലെങ്കിൽ അതിന്റെ ഒരു ന്യൂനവശം അല്ലെങ്കിൽ ഒരു തുച്ഛത, ഇതൊക്കെ ഇതിനെയൊക്കെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഊനാർത്ഥക് ശബ്ദ അല്ലെങ്കിൽ ന്യൂനാർത്ഥക് ശബ്ദ പ്രയോഗം നമ്മൾ ഉപയോഗിക്കുന്നത്. അത് ഏതൊക്കെ തരത്തിലാണ് ഉപയോഗിക്കുന്നത് നോക്കിക്കഴിഞ്ഞാല് കിസി വസ്തു കാ ഛോട്ടാ രൂപ ദിക്കാനെ കേലിയെ, ഏതെങ്കിലും ഒരു വസ്തുവിന്റെ ചെറിയ രൂപത്തിനെ പറ്റി പറയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പ്യാർ യാ സ്നേഹ കാ ഭാവ് സൂചിത് കരാനെ കർണേ കേലിയെ, സ്നേഹം എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ ഈ ഒരു ശബ്ദം ഊനാർത്ഥക് ശബ്ദം ഉപയോഗിക്കാറുണ്ട്. കിസി വസ്തു വ്യക്തിക്ക് പ്രതി അനാദർ ഭാവ് വ്യക്ത് കർണേ കേലിയെ, ഏതെങ്കിലും വസ്തുവിനെയോ വ്യക്തിക്കോ നേരെ അനാദരവ് പ്രകടിപ്പിക്കാൻ വേണ്ടിയും നമ്മൾ ഊനാർത്ഥക് ശബ്ദം പ്രയോഗിക്കാറുണ്ട്. शब्द के निर्माण के लिए तद्धित प्रत्यय या स्त्री प्रत्यय का प्रयोग करते हैं. സോ അങ്ങനെ ഒരു വേർഡ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തദ്ധിത പ്രത്യയവും അല്ലെങ്കിൽ സ്ത്രീ പ്രത്യയങ്ങളുമാണ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയാണ് ആസൻ പ്ലസ് ഇ, ആസാനി. ഓക്കെ, സോ ആസാനി എന്നുള്ള വേർഡ് ഉണ്ടാവുന്നത് ഊന ശബ്ദമാണ്, ഊനാർത്ഥക് ശബ്ദമാണ്. ആസൻ പ്ലസ് ഇ എന്നാണ് ആസാനി എന്നുള്ള വേർഡ് ഉണ്ടാകുന്നത്. സോ അത് എന്താ പറയാ, ഒരു നിമ്നാർത്ഥകമാണ്. ഓക്കെ, മുഖ് പ്ലസ് ഡ, മുഖഡ. സോ ഇവിടെ തന്നെ നമ്മൾ കൊടുത്തിട്ടുള്ള വേർഡ് കണ്ടോ, ബാഗ്. ബാഗ് എന്ന് പറഞ്ഞാൽ ഊനാർത്ഥകല്ല. ബാഗ് എന്ന് പറഞ്ഞാൽ പൂന്തോട്ടം, നമുക്കറിയാം അല്ലെ. അതിന്റെ ഊനാർത്ഥകാണ് ബഗീച്ച. ഓക്കെ, ടോപ്പ്
എന്ന് പറയുന്നത് വേർഡാണ്. അതിന്റെ ഊനാർത്ഥക് ശബ്ദമാണ് ടോപ്പി. ഡബ്ബ, ഡബ്ബയുടെ ഊനാർത്ഥക് ശബ്ദമാണ് ഡിബിയ. നദ്, നദിന്റെ ഊനാർത്ഥക് ശബ്ദമാണ് നദി. പത്ത, പത്തയുടെ ഊനാർത്ഥക് ശബ്ദമാണ് പത്തി. പലങ്ക്, പലങ്കിന്റെ ഊനാർത്ഥക് ശബ്ദമാണ് പലങ്കടി. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ് ഈ വീഡിയോ. തുടർന്നും ഇതിന്റെ കണ്ടിന്യൂഷൻ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. പ്ലീസ് ഡു സപ്പോർട്ട്. ഇത് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ ക്ലാരിറ്റിയോ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് റിലേറ്റ് ചെയ്തിട്ട് ഏതെങ്കിലും ആൻസേഴ്സോ ക്വസ്റ്റ്യൻസോ നിങ്ങൾക്ക് ആഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഡു സപ്പോർട്ട്, മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ആളുകളിലേക്ക്. താങ്ക് യു. ഹാവ് എ ഗ്രേറ്റ് ഡേ.